ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ സീഷിയും ചെന്നും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പയ്യെ ഒന്ന് ഡിസ്റ്റൻസിലേക്ക് ആവുന്നതും കൂടാതെ നമ്മുടെ ട്രയോന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം സീഷിയെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ചെനും അവളെ പിക്കാനായിട്ട് എത്തിയ ജിങ്ങിനും സോങ്ങിനും ഉണ്ടായിട്ടുള്ള ആ ഒരു റോബറിയെ പറ്റിയിട്ട് അവരുടെ സ്കൂള് ഫുൾ അറിഞ്ഞിട്ട് സീഷിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആ കാര്യം സീഷിയുടെ അടുത്ത് പറയുമ്പോൾ ഇത് കേട്ട് വളരെ പാനിക്കായിട്ട് സീഷി ഇപ്പോൾ ഓടിച്ചെന്ന് ചെന്നിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതേ നേരം ഇന്നലെ നടന്ന ആ ഒരു ഇൻസിഡന്റിനെ പറ്റി സംസാരിക്കാനായിട്ട് അവർ 3 പേരും കൂടി അവരുടെ ടീച്ചറിനെ പോയിട്ട് കാണുമ്പോൾ ഇനി എന്തായാലും നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണമെന്നും ഒത്തിരി ലേറ്റ് ആയിട്ടൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്നൊക്കെ ടീച്ചർ അവരെ അഡ്വൈസ് ചെയ്ത് വിടുമ്പോൾ അതൊക്കെ കേട്ട് അവർ 3 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെ അവരുടെ ക്ലാസ് ലീഡർ ആയിട്ടുള്ള ലിയാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെല്ലാവരും ഓക്കെ അല്ലേന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ എൻക്വയറി ചെയ്തിട്ട് പിന്നീട് അവർ 4 പേരും കൂടി ഒരുമിച്ച് അവരുടെ സയൻസ് സ്ട്രീമിലുള്ള ആ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതേ നേരം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയിരിക്കുന്ന സീഷി ഇപ്പോൾ അവർ 4 പേരും കൂടി അങ്ങോട്ട് കളിച്ചു ചിരിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ തന്റെ സ്ഥാനം റീപ്ലേസ്ഡ് ആയെന്നും തനിക്ക് പകരം ഇപ്പോൾ ലിയാനാണ് അവരുടെ ഗാങ്ങിലുള്ളതെന്നും തെറ്റിദ്ധരിച്ച് സീഷി ഇപ്പോൾ അവൾ വന്ന കാര്യമൊന്നും ചോദിക്കാതെ നേരെ തിരിച്ച് പോകുന്നുണ്ട്. ഇതേ നേരം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന ചെന്നിനാകട്ടെ ഇപ്പോഴും സീഷി എന്തിനാണ് തന്നോട് ഇത്രയും ഡിസ്റ്റൻസ് കാണിക്കുന്നതെന്നും ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരാതിരുന്നതും തന്നോട് പഴയ പോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനോ കാണാനോ ഒന്നും വരാത്തതിനെ പറ്റി ആകെ വിഷമിച്ച് ചെന്നിപ്പോ അവൾ അടുത്തിരിക്കുന്ന ആ ഒരു പുതിയതായിട്ട് അവിടെ അഡ്മിഷൻ എടുത്ത ആ ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ട്രൂ ഫ്രണ്ട്സ് ആയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് വരുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുമെന്നും മറ്റുമൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഡിസ്റ്റൻസ് കൂടിയതിന്റെ പേരിലൊന്നും ഒരു റിലേഷൻഷിപ്പും അവസാനിക്കില്ലെന്നും അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അറിയാത്ത എന്തോ ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണെന്നും ആ ഒരു പുതിയ കുട്ടി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു 3 പേരും ഒപ്പം ആ ഒരു ലീഡർ കൊച്ചും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നത് വീണ്ടും സീഷിയെ കാണുമ്പോൾ അത് കണ്ട് വീണ്ടും അവളുടെ ദേഷ്യം കൂടുന്നുണ്ട്. ഇതേ നേരം ഇതിനു മുമ്പ് ഗ്രൗണ്ടിൽ വെച്ച് സീഷിയും ചെന്നും കണ്ടുമുട്ടിയതും പക്ഷെ എന്നിട്ടും സീഷി ചെന്നിനെ ഒട്ടും മൈൻഡ് ചെയ്യാണ്ട് യാതൊരു പരിചയമില്ലാതെ പോയതിനെ പറ്റിയിട്ട് ജിങ് അവളുടെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് കൂടിയോ തല്ല് കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ചെന്ന പറഞ്ഞിട്ട് നേരെ അവളുടെ ഫോൺ എടുത്തിട്ട് സീഷിക്ക് മെസ്സേജ് അയച്ചിട്ട് അവരെല്ലാവരും ടീ കുടിക്കാനായിട്ട് പോവാണെന്നും അവളെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്ന് കണ്ട ഭാവം പോലും സീഷി നടിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ അത്രയും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഈഗോയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് സീഷി. അങ്ങനെ പിന്നീട് സീഷി വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും ചെന്നായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യുന്ന കാരണം കൊണ്ട് അവളിപ്പോ ചെന്നിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചെന്നും സോങ്ങും ജിങ്ങും അവരുടെ ഒപ്പം തന്നെ ആ ഒരു ലീഡർ കൊച്ചായിട്ടുള്ള ലിയാനും ഇപ്പോ ചെന്നിന്റെ വീട്ടിലാണ്. അവരെല്ലാവരും കൂടി ഇപ്പൊ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നതും ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും ആ ഒരു ഈഗോയും കുശുമ്പും ഒക്കെ തോന്നുന്ന സീഷിയെ വീണ്ടും ചെന്നിന്റെ അടുത്ത് പിണങ്ങി എനിക്കിപ്പോ വേറൊരു ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. സീഷി ഇപ്പോ ഇങ്ങനെ പെരുമാറുന്നതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് ചെന്നിന് മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു പ്രശ്നം സീഷിയുടെ ഉള്ളിലുണ്ടെന്ന് ചെന്നിന് ഉറപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിറ്റേ ദിവസം അവള് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ട ആ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളും ഇത്രയും നാള് നമ്മളോട് കമ്പനി ആയിരുന്ന ഒരാള് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്രയും വിയോർഡായിട്ട് പെരുമാറാനായിട്ടുള്ള കാരണം എന്നൊക്കെ അവളിങ്ങനെ സംസാരിക്കുന്നത് അതേ ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന സീഷി ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന ആ പുതിയ അഡ്മിഷൻ എടുത്ത കുട്ടിയാകട്ടെ നിനക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത്രയും എഫേർട്സ് ഒക്കെ എടുക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നീ വളരെ അൺഹാപ്പി ആയിട്ട് വളരെ ഡിസ്ട്രെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ശരിക്കും ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലെന്നും ഇപ്പൊ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി ശരിക്കും നിന്റെ ട്രൂ ഫ്രണ്ട് അല്ലെന്നും ആ ഒരു കൊച്ചു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ചെന്ന അപ്പോഴും സീഷി തന്നെ നല്ലൊരു ഫ്രണ്ടാണെന്നും പക്ഷെ അവൾ ഇപ്പൊ ഇങ്ങനെ വിയോർഡായിട്ട് പെരുമാറുന്നതിന്റെ ആ ഒരു കാരണം കണ്ടുപിടിക്കണമെന്നും അവള് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവള് പിറ്റേ ദിവസം സ്കൂളിൽ വെച്ച് നേരെ സീഷിയെ കാണാൻ ചെന്നിട്ട് അവളുമായിട്ട് പ്രൈവറ്റ് ആയി നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ചെന്ന് തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതുകൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് പെരുമാറുന്നതെന്ന് സീഷിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നും അല്ലെന്നും സീഷിയും ചെന്നും രണ്ടുപേരും 2 ഡിഫറെന്റ് ആയിട്ടുള്ള ലോകത്ത് നിന്ന് വന്നവരാണെന്നും ചെന്നിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സീഷിക്ക് ആകെ കൂടി ചെന്ന് മാത്രമേ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൂ എന്നും അവൾ അത്രയും സിൻസിയർ ആയതുകൊണ്ട് ചെന്നിനും അതുപോലെ ഒരൊറ്റ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ എന്നും വളരെ പൊസസീവായിട്ട് സീഷി ഇപ്പൊ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ചെന്ന് അതെന്താ നീ അങ്ങനെ പറയുന്നത്, നമ്മൾ അത്ര പൊസസീവായിട്ട് ചിന്തിക്കരുതെന്നും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേന്നും അവളുടെ അടുത്ത് പറയുമ്പോൾ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാണ്ട് അങ്ങനെ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്റെ ആവശ്യം നിനക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഇനി മുതൽ തന്നെ കാണാനും വെയിറ്റ് ചെയ്യാനൊന്നും വരണ്ടാന്നും സീഷി ഇപ്പൊ ചെന്നിന്റെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് വേഗം തന്നെ പോവാണ്. അങ്ങനെ സീഷി ഇപ്പൊ ചെന്നുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ബ്രേക്ക് ആക്കിയതുകൊണ്ട് വളരെ വിഷമത്തില് ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് അവൾ തിരിച്ച് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് എത്തുന്നത് സോങ്ങും ജിങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ 2 പേരും കൂടി അവളുടെ വിഷമങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി
വേണ്ടിയിട്ട് അവളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ശരിക്കും എന്താണ് അവളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ചെന്നിപ്പോ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ജിങ് സീഷിക്ക് എന്തിലെങ്കിലും പേരില് നിന്നോട് ചെറുതായിട്ട് ജലസ് തോന്നിയതായിരിക്കുമെന്നും ഈ ഒരു ഏജിലത്തെ കുട്ടികളുടെ ഇടയിൽ ഇതൊക്കെ കോമൺ ആണെന്നും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തങ്ങൾക്ക് പറ്റിയതൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി അവൾ തന്നെ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ 3 പേരും കൂടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ നൈബർഹുഡിൽ തന്നെ താമസിക്കുന്ന ആ ഒരു പഠിപ്പി പയ്യന്റെ പാരന്റ്സ് ഇപ്പോൾ റോട്ടിലൂടെ ഇങ്ങനെ പോകാൻ നിൽക്കുന്ന നേരം പബ്ലിക്കായിട്ട് അവന് ഭയങ്കര വഴക്ക് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ അവൻ നന്നായിട്ട് പഠിക്കുന്നില്ലെന്നും അവരുടെ ക്ലാസ്സിൽ ഇപ്പൊ ലീഡ് ചെയ്ത് നിൽക്കുന്നത് സോങ് ആണെന്നും അവനിപ്പോ 2ാമത്തെ പൊസിഷൻ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ പാരന്റ്സ് 2 പേരും കൂടി അവനിട്ട് വഴക്ക് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് ജിങ് അതിൽ ഇടപെട്ടിട്ട് ആ ഒരു പഠിപ്പി പയ്യനെയും വിളിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ്. ഈ ഒരു സമയത്ത് പണ്ട് ചെന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു 3 പേരും എത്ര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ആ ഒരു പഠിപ്പിയായിട്ടുള്ള ലീ ടാനിന്റെ പാരന്റ്സിന്റെ ആ ഒരു സ്ട്രിക്ട്നെസ് ഒക്കെ കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയതിനെ പറ്റിയിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാവരും ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവർക്ക് ഈ അടുത്തായിട്ട് അവരുടെ സ്കൂള് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആരും വെറുതെ ഇരിക്കരുതെന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനും സാർ പറയുമ്പോൾ ഇത് അടുത്ത ഒരു ടൂർ ആണെന്ന് സന്തോഷത്തിൽ എല്ലാവരും അങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്. ഇതിനിടയിൽ ഇപ്പൊ ജിങ് അവന്റെ പുതിയ ഫോണിലൂടെ അവരുടെ എല്ലാവരുടെയും ചെന്നിന്റെ ഒക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അഗ്രികൾച്ചറിന്റെ ആ ഒരു ആക്ടിവിറ്റിക്ക് പോകാനായിട്ട് ഉള്ള എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാവരും കൂടി ഇരുന്ന് ഒരു അഗ്രികൾച്ചറിന്റെ ഫീൽഡിൽ ഇരുന്ന് പണിയെടുക്കുന്നതാണ്. കുറെ പേര് അവിടെ ഇരുന്ന് കുഴി കുഴിക്കുകയും അതിൽ സീഡ്സ് ഇടുകയും കൾട്ടിവേറ്റ് ചെയ്യും ഹാർവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നേരത്ത് ചെന്നാകട്ടെ അവൾ ഓൾറെഡി ഒരു വില്ലേജ് ഏരിയയിൽ നിന്ന് വന്ന കാരണം കൊണ്ട് ഈ അഗ്രികൾച്ചറൊക്കെ ആയിട്ട് ചെറുപ്പം മുതലേ നല്ല പരിചയം ആയതുകൊണ്ട് തന്നെ അവളിപ്പോ നല്ലൊരു എക്സ്പെർട്ടിനെ പോലെ അവിടെയുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അത് കണ്ട് എല്ലാവരും ആകെ അതിശയിച്ചു പോകുമ്പോൾ പണ്ട് അവള് മുത്തശ്ശന്റെ ഒപ്പം ഇരുന്ന് ഇതുപോലെ കൃഷി ചെയ്തതൊക്കെ അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരുടെ ഫീൽഡ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് തന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. അതിൽ നമ്മുടെ ട്രയോയും ആ ഒരു പഠിപ്പിയും അവരുടെ ലീഡറൊക്കെ ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സോങ് ആകട്ടെ അവൻ അമ്മയിൽ നിന്ന് പഠിച്ച ആ ഒരു കുക്കിംഗ് സ്കില്ലുകളൊക്കെ ഇവിടെ കാണിച്ച് എല്ലാവരും ഇംപ്രസ് ചെയ്യുകയാണെങ്കിൽ ജിങ് പോ കുക്കിംഗ് തന്റെ മേഖലയല്ലെന്ന് പറഞ്ഞ് ആരെയും നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെന്നും സോങ്ങും കൂടി ചേർന്നിട്ടാണ് അവിടുത്തെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സീൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഒരു ഗെയിം ഒക്കെ കളിക്കുന്നുണ്ട്. ഇതിനിടയിൽ പെട്ടെന്ന് വയറുവേദന എടുക്കുന്ന സോങ് ബാത്റൂമിലേക്കാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവര് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും സോങ് വന്ന് പിന്നെയും അവന് വയറുവേദനയാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഇത് കാണുന്ന ജിങ്ങും കൂട്ടരും അവരന്ന് ഉണ്ടാക്കിയ ഫുഡിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ടായിരിക്കും സോങ്ങിന് അത് കഴിച്ചപ്പോൾ വയറുവേദന വന്നതെന്നും അത് ചിലപ്പോൾ ഒരു അലർജി കാരണമൊക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ തന്നെ താൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടാണല്ലോ സോങ്ങിന് ഇങ്ങനെ വന്നതെന്ന് ആലോചിച്ച് വിഷമത്തില് ചെന്നിപ്പം നേരെ ഫീൽഡിലേക്ക് പോയിട്ട് ഈ ഒരു വയറുവേദന മാറാൻ സഹായിക്കുന്ന സ്വീറ്റ് പൊട്ടേറ്റോ റൂട്ട് എന്ന് പറയുന്ന ഒരു ചെടി ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി അവര് ആ ഒരു ഹേർബ് ആ ഒരു ഫീൽഡിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ചെന്നും ലിയാനും കൂടിയിട്ട് നേരെ ആ ഒരു മരുന്ന് ഇപ്പോൾ സോങ്ങിന് കൊടുക്കാനായിട്ട് അങ്ങനെ കിടത്തിയിരിക്കുന്ന ആ ഒരു റൂമിന്റെ സൈഡിലേക്ക് വരുമ്പോൾ വരുന്ന വഴിയിൽ വെച്ച് അവര് സീഷിയെ കാണുന്നുണ്ട്. സോങ്ങിന്റെ കണ്ടീഷൻ നേരത്തെ അറിഞ്ഞിരുന്ന സീഷി ഇപ്പോൾ സോങ്ങിന് എങ്ങനെയുണ്ടെന്ന് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ സീരിയസ് ആയിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും ചെന്നിപ്പോൾ അവന് വേണ്ടിയിട്ട് മരുന്നൊക്കെ പ്രിപ്പയർ ചെയ്തതും ആ ഒരു ലീഡറായിട്ടുള്ള ലിയാൻ ഇപ്പോൾ സീഷിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും സീഷിയും ചെന്നും ഇപ്പോൾ തികച്ചും 2 സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് നിൽക്കുന്നത്. ഇതേ സമയത്ത് റൂമിൽ വയറുവേദന എടുത്ത് വയ്യാണ്ട് കിടക്കുന്ന സോങ്ങിനെ നമ്മളെ കാണിക്കുകയാണെങ്കിൽ അവന് ആകെ അങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ജിങ് വന്ന് നിന്നെ കാണാനായിട്ട് ചെന്നെ വരുന്നുണ്ടെന്നും അവൾ വളരെ കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ട മരുന്നും കണ്ടുപിടിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു മരുന്ന് വാങ്ങിക്കാനും ഈ ഒരു അവസ്ഥയിൽ അവൾ ഒരിക്കലും എന്നെ കാണരുതെന്നും സോങ് ഇപ്പോൾ അവന്റെ അടുത്ത് പറയാണ്. കാരണം അവൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫുഡ് കഴിച്ചിട്ടായിരിക്കുമല്ലോ സോങ്ങിന് ഇങ്ങനെ പറ്റിയത്. സോ ഈ ഒരു കാര്യം അവൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവൾക്ക് അത്രയും വിഷമാവുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു സോങ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന സോങ്ങിന്റെ ഈ ഒരു സീനും കൂടി കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വേഗം വരും. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.